ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവളെ യാദൃച്ഛികമായി കണ്ട് അങ്ങനെ അവളെ എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വയലും കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉള്ളതാണ്. നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിനവിടെ നിന്ന് എത്ര കിലോമീറ്റർ വരും? 2-3 കിലോമീറ്ററൊക്കെ വരുള്ളൂ കേട്ടോ ഇവിടെ. പക്ഷേ അടിപൊളി സ്ഥലമാണ്, വയലും പ്രകൃതി രമണീയമായ സ്ഥലം. പരിചയപ്പെടുത്തടി. ഞാൻ ഇത്രയൊക്കെ മതി. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ മിക്കവാറും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇതിൽ പശുക്കളൊക്കെ നിങ്ങൾ വേണം. ഇതെല്ലാം വാഴ കൃഷിക്കാരടി. അപ്പോൾ ഇവിടേക്ക് വാഴ കൃഷിയും ചീര, അതിനിടയ്ക്ക് നല്ല തണലുണ്ടല്ലേ. ഇന്നൊരു വല്ലാത്ത വെയിലുള്ള ദിവസം. ഇവിടെ ഇറങ്ങാൻ പറ്റൂടി? ഒരു ഗ്രാമപ്രദേശം ശരിയന്നെ. നമ്മുടെ ഏരിയ ഇതുപോലെയൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. അത് പണ്ടൊരു കുളമായിരുന്നു, പിന്നെ അത് പോകെ അത് മൂടിയതാ. ഓ, പണ്ട് എൻ്റെ അച്ഛനൊക്കെ അതിൽ കുളിച്ചിട്ടാണെന്നൊക്കെ പറയുന്നേക്കാം. അമ്മയെ കാണിക്ക. അമ്മ അങ്ങോട്ട് ചിരിച്ചിട്ട് പോ. എന്റെടി മറി. ഇതാണ് അവരുടെ അമ്മ കേട്ടാ. നമ്മള് നാട് കാണാൻ ഇറങ്ങിയതാ. ഓക്കെ. കേറി അതിൻ്റെ അകത്തൊന്ന് പൊതഞ്ഞിരിക്കരുത്. ക്യാമറയും കൂടെ ചാടണോ? ക്യാമറയും കൂടെ ചാടിക്കുന്നു. ഇനി നമ്മ കുറച്ച് ഇങ്ങനെ മിണ്ടായിരുന്നാ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ സാഹിത്യം പറയാം. അതെന്തോ? ഓ, കൊക്ക്. ഇതുണ്ടല്ലോ, ഇത് ഈ കളർ കൊക്ക് സൂം ചെയ്തെടുത്തു. അതെ, ഇതിപ്പോ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊക്കാണ്. ഇതോ? അവരാണെങ്കിൽ ഉണ്ട്, ഇവരെല്ലാവരും ഒരുപാടുണ്ട്. വെള്ളക്കൊക്ക് നമ്മുടെ വീട്ടിലൊക്കെ തോന്നിയുണ്ട്. ഒന്നും ചെയ്തൊന്നുമില്ല, ഇവിടെ കുറെ ഉണ്ടായിരുന്നു. നടന്നു പോകുന്നറിയില്ല. നടന്നോ? അപ്പോൾ ഇവിടെ കുറച്ച് വയല് നെൽകൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. നെല്ലായില്ലല്ലോ. ഇല്ല, നെല്ലായില്ല. അങ്ങനെ ആ ഒരു ഇതിലൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. കാണിച്ചു തരാവേ. എൻ്റെ വാപ്പു പശുക്കളെ കെട്ടുന്നല്ലേ. ഞാൻ കൂട്ടിന് വിളിച്ചോണ്ടെന്ന ആള് സൂപ്പർ കേട്ടോ. വയലിൽ ഇറങ്ങാനായിട്ട് ഒരു വഴി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അത് ഞാനാണ് ഈ വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് വേറൊരു സത്യം, ഒന്നും അറിയാം. ഈ തെളിഞ്ഞു നടക്കുന്ന വഴി കൂടെ അല്ലേ ഇതിനിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പോകും? മാറങ്ങോട്ട്. നമ്മള് വയലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ള കളർ പാൻസാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്തായാലും വയലിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവളിറങ്ങിയിട്ടുണ്ട് വയലിനങ്ങോട്ടേക്ക്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, സൂപ്പർ സ്ഥലമാണ്. ഈ വയലിനക്കരെ കാണണം നമ്മളെ MC റോഡാണ് കേട്ടോ. അല്ലല്ല, അത് വേറെ ആരുടെയും കണ്ട. ഇതിനകത്ത് റബ്ബർ വെട്ടും കാര്യങ്ങളൊക്കെ. ഇടിക്കൂല.
ഇവളുടെ അച്ഛൻ കേട്ടോ. വെയിൽ കൊണ്ട് കണ്ണൊക്കെ പോകുന്നു. എടി നമ്മൾ കൂടെ ഇവിടെ വെച്ച് ബാഗിൽ വെച്ചു അച്ഛൻ തോന്നുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് വയലിലെ വീഡിയോ കൂടെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോവാനായിട്ട് ഇറങ്ങിയതാ. ബാഷ്പം വേണ്ട, അതെടുത്ത് വെള്ളത്തിൽ ചാടും. ഇല്ലില്ല പൊക്കോ. ഇതാണ് അവരുടെ അടുത്ത വയൽ കേട്ടോ. വെള്ള കളർ പാൻറ് ഇട്ട് വയലാണോന്ന് എന്നെ അടിക്കുന്നു. ഇതിനകത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. വരാനും കിടപ്പുണ്ടാവും. മറ്റേ തവളയുടെ മാക്രി കുഞ്ഞ് കിടപ്പുണ്ട്. ക്യാമറയും കൊണ്ട് ഞാൻ വെള്ള പാൻറ്റും കൊണ്ട് ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ദേ അവിടെ കയറി നിൽപ്പുണ്ട്. വീഡിയോ എടുക്കാൻ വന്നതാണ്, പക്ഷെ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ദേ അവിടെ കയറി നിൽക്കുകയാണ്. എനിക്ക് അവിടെ അങ്ങോട്ട് ചാടാനായിട്ട് ഒരു മടി. കാര്യം വെള്ളം ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള ഈ പച്ചപ്പും ഹരിതാപവും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെന്താ വണ്ടി എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.